ഹലോ നമസ്കാരം, എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളയപ്പമൊന്നും അല്ല കേട്ടോ. നമ്മുടെ തൃശ്ശൂരിലെ വെള്ളയപ്പങ്ങാടിയിലെ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്, സീക്രട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട ശേഷം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ഗ്ലാസ് പൊടി, അതായത് ഈ ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ഇതിലെ ഇൻഗ്രീഡിയൻസും ഈ അളവ് വെച്ചിട്ട് എടുക്കണം. വെള്ളമായാലും നാളികേരപ്പാലായാലും. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത് എനിക്ക്. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വറുത്ത അരിപ്പൊടിയിൽ നിന്ന് 2 ഗ്ലാസോളം അരിപ്പൊടി, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കിയ ശേഷം ഇത് നന്നായി കുറുക്കിയെടുക്കണം. നല്ല ചൂടോടുകൂടി കപ്പി കാച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ചൂടാക്കിയിട്ട് നന്നായി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി കുറുക്കിയെടുക്കണം കേട്ടോ. നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കപ്പി കാച്ചി വെച്ചിട്ടുണ്ട്. ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. നന്നായി, പക്ഷേ അരിപ്പൊടി നന്നായി വേവണം. കണ്ടോ, കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ഇതിനിപ്പോൾ ചൂടുണ്ട്. ഈ ചൂട് ഒട്ടും പാടില്ല. നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന അരിയിൽ മിക്സ് ചെയ്യുമ്പോൾ ചൂടാറുന്ന സമയത്ത് നമുക്ക് പൊടിയിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഇത് അങ്ങനെ തന്നെ പൊടിയിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഈ കപ്പി കാച്ചിയിൽ ഞാൻ ഒഴിക്കുകയാണ്. മുഴുവനായിട്ട് ഒഴിച്ചിട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. കട്ടകളൊക്കെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇത് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് അരിപ്പൊടിയിൽ കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അതൊന്ന് കാണിക്കാം. ഇതിലേക്ക് അരിപ്പൊടിയിലേക്ക് ആദ്യം ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര അധികം ആവരുത്. 2 ടേബിൾ സ്പൂൺ മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നീട് നമ്മൾ പുളിച്ച് കഴിഞ്ഞ ശേഷം, ഈ മാവ് പുളിച്ച ശേഷം പിന്നീട് മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ചേർക്കാം. കൂടുതൽ പഞ്ചസാര ചേർക്കാൻ പാടില്ല ഇൻഗ്രീഡിയൻറ്റിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അരിയൊക്കെ കരിഞ്ഞു പോകുന്ന പറയാം, ഈ പഞ്ചസാര കൂടുതലായി കഴിഞ്ഞാൽ. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ കറക്റ്റ് പാകമാണ്. ഇനി കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി ചേർക്കാം, എന്നാലും അധികം ആവരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ചേർക്കണം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂണോളം ഈസ്റ്റ് കേട്ടോ. കണ്ടില്ലേ, 1 സ്പൂണ് ഫുള്ളായിട്ടും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൽ ചേർക്കണത് 1/4 സ്പൂണോളം നമ്മുടെ സോഡാപ്പൊടി. 1/4 സ്പൂണോളം സോഡാപ്പൊടി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. സോഡാപ്പൊടി കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം മഞ്ഞ കളറ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അധികം സോഡാപ്പൊടി വേണ്ട. 1/4 സ്പൂണോളം കേട്ടോ, 2 നുള്ളോളം അത്രയേ ഉള്ളൂ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാം. ഇതിൽ ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കണില്ല, ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി നാളികേരപ്പാലും മിക്സ് ചെയ്ത് വെച്ച് ആ മിക്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യണം. പൊടിയിൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തണം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറുക്കി വെച്ചിരിക്കുന്ന മാവും നാളികേരപ്പാലിൻ്റെയും മിക്സ് ഇതിലേക്ക് കുറേശ്ശേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒഴിക്കുകയാണ് കേട്ടോ. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ട്. നമുക്കിനി എക്സ്ട്രാ വെള്ളം ചേർക്കണം.
ഞാനിതിലേക്ക് 2 ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാളികേരപ്പാലിന് പുറമെ 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കേണ്ട ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അതാണ് അതിൻ്റെ ടേസ്റ്റ് മാറ്റുന്നത്. പിന്നെ അപ്പം അവർ മൺചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പിടിക്കാതിരിക്കാനും പിന്നെ ആ ടേസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ. സാധാരണ വെള്ളപ്പത്തിലൊന്നും മുട്ട ചേർക്കാറില്ല. ഇത് അടിച്ചു വെച്ച മുട്ടയാണ്. ഇത് തണവൊക്കെ മാറിയ ശേഷം അടിച്ചൊഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു മുട്ടയാണിത് കേട്ടോ, ഒരു മുട്ട ചേർത്താൽ മതി. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ട്, ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിനി 2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കണം. ഇതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞ ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. ദോശമാവിനേക്കാളും ലൂസായിട്ട് ഉള്ള കൺസിസ്റ്റൻസി വേണം കേട്ടോ. ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്തു. അപ്പോൾ മൊത്തത്തിൽ 3 ഗ്ലാസ് വെള്ളം കേട്ടോ. 3 ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു ഗ്ലാസ് നാളികേരപ്പാലും പിന്നെ കപ്പി കാച്ചിയതും അതാണ് ചേർത്തിരിക്കുന്നത്. കൂടുതലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കണ്ടോ, ഇങ്ങനെ ഇരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ദോശമാവിനേക്കാൾ കുറച്ചും കൂടി ലൂസായ പോലെ ഇരിക്കണം കേട്ടോ. നമുക്ക് പാനിൽ ഒഴിച്ചിട്ട് ചുറ്റിക്കണമല്ലോ, അപ്പോൾ ഇത്തിരി ലൂസ് വേണം. കട്ടിയായി കഴിഞ്ഞ് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. ഇതിനും കൂടുതൽ ലൂസാവാൻ പാടില്ല കേട്ടോ. ഇത്ര ലൂസാവാൻ പാടുള്ളൂ, അധികം കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ഇത് തയ്യാറാക്കി വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലത്തേക്ക് ആകുമ്പോഴേക്കും മാവ് നന്നായി പുളിച്ച് അപ്പം ഉണ്ടാക്കാനായിട്ട് റെഡി ആയിരിക്കും. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് അടച്ചിട്ട് പുളിക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഇത് ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ഇരിക്കണം. ഈ മാവ് പുളിക്കാനായിട്ട് 8 മണിക്കൂറെങ്കിലും ഇരിക്കണം. കൂടുതൽ നേരം ഇരുന്നാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ നന്നായി പുളിച്ച് വരും. അപ്പോൾ ഞാൻ വൈകുന്നേരം കലക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് രാവിലെ ആകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാമായിരിക്കും. അതായിരിക്കും എളുപ്പം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. പുളിക്കാനായിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ മാവ് നമുക്ക് തുറന്ന് നോക്കാം. മാവ് നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്, പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തു നോക്കാം. നല്ല ലൂസായിട്ടുള്ള. അപ്പം മാവ് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കലക്കി വെക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉപ്പ് ചേർത്താൽ മതി. പിന്നെ മധുരം നിങ്ങൾക്ക് കുറവാണ് തോന്നുകയാണെങ്കിൽ, ഇത് കറക്റ്റാണ് ശരിക്കും ഇതിലെ മധുരം. കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ള ബാറ്റർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. നമുക്ക് വെള്ളയപ്പത്തിൻ്റെ മാവ് ചട്ടി ചെറുതായി ചൂടായിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ വളരെ ചുരുക്കിയിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വെള്ളയപ്പത്തിൻ്റെ സ്ട്രക്ചർ കിട്ടില്ല. അപ്പോൾ തീ നന്നായിട്ട് ചുരുക്കിയ ശേഷം മാത്രമേ മാവ് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ചുറ്റിച്ച് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. തീ കൂട്ടാൻ പാടില്ല. തീ എപ്പോഴും കുറവിൽ തന്നെ കിടന്ന് ഇത് വേവണം. നമുക്ക് ആയോ നോക്കാം കേട്ടോ. നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തും കൂടി ഉണ്ടാക്കി നോക്കാം. ഒന്നുകൂടി ഉണ്ടാക്കി നോക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വെള്ളയപ്പമാണിത്. കണ്ടില്ലേ, ഇതിൻ്റെ നല്ല സോഫ്റ്റാണ് ഉള്ള്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചറും നല്ല സോഫ്റ്റ് വെള്ളയപ്പമാണ് കേട്ടോ. തനിയെ തന്നെ കഴിക്കാം, കറിയൊന്നും വേണമെന്നില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച വെള്ളയപ്പാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വേണം ഇത് ബാക്ക് കണ്ടില്ലേ, അതുപോലെ നല്ല സ്പഞ്ചിയാണ്.
നമുക്കത് എടുത്തെടുത്ത് നോക്കാം. ഉണ്ടാക്കും തോറും അപ്പം കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചൂടാണ്, ഇതിൻ്റെ ചട്ടിയുടെ ചൂട് നോക്കിയിട്ട് വേണം. എപ്പോഴും നമ്മുടെ അപ്പം ഉണ്ടാക്കുന്ന ചട്ടി ചൂട് കുറവിൽ വേണം കിടക്കാനായിട്ട്. ഇത് ചൂടൊന്നും അധികം ഫ്ലെയിമൊന്നും കൂട്ടി വയ്ക്കാതെ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്കിത് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് എല്ലാതും ഉണ്ടാക്കാം. വേണ്ടേ കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കും തോറും ഇതിൻ്റെ സ്ട്രക്ചർ അടിപൊളിയായിട്ടിരിക്കും. ശരിക്കും കറക്റ്റിലായിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യം ചട്ടിയുടെ ചൂടനുസരിച്ച് ആദ്യം ചിലപ്പോൾ ഒഴിക്കുമ്പോൾ ഇതുപോലെ തന്നെ വരുന്നില്ല. 2-3 ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ വരും കേട്ടോ. ഇതാണ് ശരിയായ കറക്റ്റ് സ്ട്രക്ചർ ഇതിൻ്റെ. അപ്പം എല്ലാവരും ഇതിൻ്റെ റെസിപ്പി കിട്ടിയ ഉടൻ തന്നെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വെള്ളയപ്പം അടിപൊളിയാണ് കണ്ടോ. ഞാൻ തിരിച്ച് വെച്ച് മറ്റേ വശം, അതായത് മറുവശം വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും ആ വെള്ളയപ്പം. നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ മിഡിൽ പോർഷൻ. ഇത് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. അത് നല്ല തനിയെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്. നാളികേരപ്പാലിൽ ഉണ്ടാക്കി, കാരണം പിന്നെ മുട്ട ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. നോൺ ആയാലും വെജ് ആയാലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഒട്ടും സമയം കളയരുത്. അതുപോലെ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യും വേണം വെള്ളയപ്പങ്ങാടിയിലെ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.